ഉം. ഓ നീയായിരുന്നോ? വാ കേറി വാ. ഇരിക്കും. ആ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആ അതിങ്ങ് തന്നെ. ശരി ചേച്ചി. ഉം. പിന്നതാ ഇതുവരെ ഇന്നലെ നമ്മൾ നോക്കിയതാ. ആ, ഇനിയിപ്പോ ഈ ചാപ്റ്റർ തുടങ്ങിയാലോ? Follow this. The people follow some way or the otherwise. So let's see them first. റോഷ്നി. ഹായ്. നീ ഇതിരുന്ന് പഠിച്ചു. വരൂ. ഉം. നീ ഇവിടെ ഇരുന്ന് പഠിച്ചോ. ഞാനൊരു 5 മിനിറ്റിൽ ആ വരാം. ശരി വരൂ. ഉം. അങ്ങോട്ടിരിക്കും. ഉം. നിങ്ങൾ ഇവിടെ ഇരിക്കുക. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. ശരി. ദാ കുടിക്കേ. താങ്ക് യു. നമ്മുടെ മാരേജ് ഇൻവിറ്റേഷൻ കാർഡ് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് നിന്റെ അടുത്തുനിന്ന് കാണിച്ചിട്ട് പോകാൻ വേണ്ടിയാ വന്നത്. നന്നായിട്ടുണ്ടോ? വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. ആ പയ്യനാരാ? ആ, എന്റെ സ്റ്റുഡന്റാ. ആ ശരി. അവൻ എൻ്റെ അടുത്ത് ട്യൂഷൻ പഠിക്കാൻ വേണ്ടി വന്നതാ. ആഹാ. ആക്ച്വലി അവൻ 2 വർഷമായിട്ട് ഫെയിലായിക്കൊണ്ടേയിരിക്കുക. ഓ ഓക്കെ. അതുകൊണ്ട് അവനെ ഇത്തിരി ശ്രദ്ധയോടെ നോക്കി നന്നായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് അവന്റെ അച്ഛനും അമ്മയും എന്നോട് ചോദിച്ചു. ഓ അങ്ങനെയാണോ? ശരി. ട്യൂഷൻ പഠിപ്പിക്കുന്നതിന് എത്രയാ ഫീസ് മേടിക്കുന്നത്? ഇതിന് ഞാൻ അങ്ങനെ ഫീസൊന്നും മേടിക്കാറില്ല. ആ ഇവനെ ഞാൻ ഫ്രീ ആയിട്ടാ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണോ? അവന്റെ അച്ഛനും അമ്മയും എന്നോട് വളരെ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചതുകൊണ്ട് എന്റെ ടാലന്റ് തെളിയിക്കാൻ ഒരു നല്ല അവസരമായതുകൊണ്ട് ഞാൻ അവന് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ഉം. ഇത്തവണ അവനെ എങ്ങനെയെങ്കിലും പാസ്സാക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ, ഇവൻ ഒരാളെ ഉള്ളോ അതോ വേറെ ഇംഗ്ലീഷ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ടോ? ആ, ഇനി ഒരുപാട് പേരുണ്ട്. ഉം. ദിവസം വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെ എന്റെ വീടിന്റെ ടെറസിലാണ് ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്നത്. ശരി. ട്യൂഷൻ പഠിക്കാനായിട്ട് ഏതൊക്കെ ക്ലാസ്സിലെ സ്റ്റുഡൻസാണ് വരുന്നത്? 1st സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് വരെ വരുന്നുണ്ട്. ഓ ഓക്കെ. 1-2 കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസും വരാറുണ്ട്. അങ്ങനെയാണോ? ഉം. ശരി. എനിക്ക് സമയമായി, ഞാൻ ഇറങ്ങട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്യ്. അച്ഛനും അമ്മയും വരുന്ന സമയമായി. അവരോട് സംസാരിച്ചിട്ട് പോ. ഇവിടം വരെ വന്നിട്ട് അവരെ കാണാതെ പോയാൽ അതത്ര ശരിയാവില്ല. ആ, അതല്ല, എനിക്ക് പ്രധാനപ്പെട്ട കുറച്ച് ജോലികളുണ്ടായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ അവരെ കണ്ടിട്ടേ പോകത്തുള്ളായിരുന്നു. അങ്ങനെയാണോ? ശരി. ശരി. അപ്പൊ ഞാൻ പോയിട്ടേ. ഉം. ഓക്കെ, പിന്നീട് കാണാം. ബൈ. ബൈ. ചേച്ചി അങ്ങനെയാരാ? ഞാൻ അദ്ദേഹത്തെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അങ്ങനെയാണോ ചേച്ചി? അതിരിക്കട്ടെ, നിങ്ങൾ രണ്ടുപേർക്കും എപ്പോഴാണ് കല്യാണം? ഈ മാസം 22-ാം തീയതി ഉണ്ടാകും. അങ്ങനെയാണോ? നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ ട്യൂഷൻ എങ്ങനെയാണ് എടുക്കാൻ പറ്റുക? ട്യൂഷനൊക്കെ ഇനി എടുക്കാൻ പറ്റും തോന്നില്ല. എന്റെ കല്യാണം കഴിഞ്ഞതും നീ വേറെ എവിടെയെങ്കിലും ട്യൂഷന് ചേർന്ന് പഠിച്ചു. എന്താ ചേച്ചി, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലും പഠിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ ഇക്കൊല്ലം തീർച്ചയായും പാസ്സാകും.
പെട്ടെന്ന് ഇങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞാ ഞാൻ എന്താ ചെയ്യാ ചേച്ചി? ഡാ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഞാൻ കെട്ടാൻ പോകുന്ന ആളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാ ഉള്ളത്. അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവിടെ വേണമെങ്കിലും വന്ന് നിനക്ക് ട്യൂഷൻ പഠിക്കാം. ആണോ? ഉം. വളരെയധികം നന്ദിയുണ്ട് ചേച്ചി. ശരി, മുഴുവൻ പഠിച്ചു തീർന്നോ? ഉം. തന്നെ നോക്കട്ടെ. ഉം. ഹലോ. ഹായ്, എന്ത് ചെയ്യായിരുന്നു? ഒന്നുമില്ല, ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെയാണോ? ശരി, നിന്റെ അടുത്ത് ഒരു കാര്യം സംസാരിക്കാനാണ് വിളിച്ചത്. ഉം, എന്താ കാര്യം പറഞ്ഞോ. ഇന്ന് നിന്റെ വീട്ടിലൊരു പയ്യൻ ട്യൂഷൻ പഠിക്കാൻ വന്നില്ലായിരുന്നോ? ഉം, അതെ വന്നു. കല്യാണത്തിന് മുമ്പ് വരെ ഇതുപോലെ ട്യൂഷൻ പഠിപ്പിക്കുന്നതൊക്കെ ഓക്കെ. ഉം, കല്യാണത്തിന് ശേഷം നീ ഇങ്ങനെ ട്യൂഷനൊക്കെ നടത്തുന്നത് എനിക്ക് താല്പര്യമില്ല. അതെയോ? എന്താ, എന്തുകൊണ്ട്? അല്ല, എനിക്കെന്തോ നിന്റെ അടുത്ത് ഇതുപോലെ പിള്ളേർക്ക് വന്ന് ട്യൂഷൻ പഠിക്കുന്നതൊക്കെ തീരെ ശരിയല്ലെന്ന് തോന്നുന്നു. എന്താ ഇത്? എന്താ പറ്റി നിങ്ങക്ക്? ഈ കുട്ടികൾ എന്റെ അടുത്ത് ട്യൂഷൻ പഠിക്കാൻ വരുന്നത് കൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുള്ളത്? ദേ നോക്ക്, എനിക്കിത് തീരെ താല്പര്യമില്ല. അതെയോ? എങ്കിൽ ശരി. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ. ഉം. എന്നെ പൂർണ്ണമായും വിശ്വസിച്ച് ഒരുപാട് കുട്ടികളെ അവരുടെ അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് ട്യൂഷൻ പഠിക്കാൻ വിടുന്നുണ്ട്. അവർ എക്സാമിൽ നല്ല മാർക്ക് എടുത്ത് അവരെയൊക്കെ നല്ല രീതിയിൽ പാസ്സാക്കി വിടേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഈ കല്യാണം അങ്ങ് ക്യാൻസൽ ചെയ്തേക്കാം. ഉം. കാരണം എന്നെ പൂർണ്ണമായും വിശ്വസിച്ച് വരുന്ന എൻ്റെ സ്റ്റുഡൻസിനെ എനിക്ക് ഒരിക്കലും പറ്റിക്കാൻ പറ്റില്ല. ഏയ് ദേ നോക്ക്, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ നന്നായി ആലോചിച്ചിട്ട് പറഞ്ഞു. ഉം. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ട്യൂഷൻ എടുക്കാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം. ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ ടീച്ചർ ട്രെയിനിങ്ങിന് അപ്ലൈ ചെയ്തിരിക്കുക. ഉം. ഒരുപക്ഷെ എനിക്ക് ആ ജോബ് കിട്ടിയാൽ ഞാൻ സ്കൂളിൽ ടീച്ചിങ്ങിനും പോവും. നിങ്ങൾക്ക് ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഈ കല്യാണം നമുക്കങ്ങ് ക്യാൻസൽ ചെയ്തേക്കാം. ഏയ് അതുകൊണ്ടല്ല, ഞാൻ എന്താ പറഞ്ഞു വരുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. നിന്റെ അടുത്ത് ഇതുപോലെ ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ ട്യൂഷൻ പഠിക്കാൻ വരുന്നത് എനിക്ക് എന്തോ പോലെ തോന്നുന്നു. അതെയോ? അവരൊക്കെ എൻ്റെ സ്റ്റുഡൻസാ. അവരെ നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് ഒട്ടും ശരിയല്ല. ഈ കല്യാണം നടക്കണോ വേണ്ടിയൊന്ന് നന്നായി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി. പക്ഷേ അവർക്കൊക്കെ ഞാൻ ട്യൂഷൻ എടുക്കുന്നത് മാത്രം ഒരിക്കലും ഞാൻ നിർത്തില്ല. എൻ്റെ ഈ കണ്ടീഷൻസിനൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം. ഇതാണ് എൻ്റെ തീരുമാനം. ഈ കല്യാണം നടക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഞാൻ വെക്കുകയാണ്. എന്താ നീ ഇങ്ങനെ? ഹലോ,